ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കരിപ്പെട്ടി. ശർക്കര കരിപ്പെട്ടി എന്നീ രണ്ട് ഐറ്റംസ് ഉണ്ട് പഞ്ചസാരയേക്കാൾ ഗുണം ചെയ്യുന്നത്. അപ്പോൾ ഈ കരിപ്പെട്ടിയെക്കുറിച്ച് അതിൻ്റെ കുറച്ച് ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നതാണ്. ഈ കരിപ്പെട്ടി എന്ന് പറയുന്നത് ഏതൊരു വിധത്തിലായാലും നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും. നമുക്കത് കഷ്ണം കഷ്ണമാക്കി മുറിച്ചുകൊണ്ടിരുന്ന് കഴിക്കാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ പായസത്തിനകത്ത് ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ കാപ്പി ഇടുമ്പോൾ കരിപ്പെട്ടി കാപ്പി ഇടാം. എസ്പെഷ്യലി പനി വരുമ്പോൾ ഏറ്റവും കൂടുതൽ കരിപ്പെട്ടി കാപ്പി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് പനിയൊക്കെ മാറ്റി തരുന്നതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാപ്പിയുടെ കാര്യം ഞാൻ റെസിപ്പി പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കരിപ്പെട്ടി നമ്മൾ ഫുഡിൽ ഏതൊക്കെ രൂപത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും? കരിപ്പെട്ടി എള്ളും കൂടെ ചേർത്ത് പൊടിച്ചിട്ടിട്ട് കഴിക്കാൻ പറ്റും. ഇനി കരിപ്പെട്ടി ഉരുക്കി വെച്ചിട്ട് അതിനകത്ത് എള്ളിട്ട് കുഴച്ച് കഴിക്കാൻ പറ്റും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നെല്ലിക്ക അരിഞ്ഞ് കരിപ്പെട്ടിയിലിട്ട് വെച്ചിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് അരിഞ്ഞ് കറക്റ്റായിട്ട് വരും. അതിങ്ങനെ കോരി കഴിക്കാൻ പറ്റും. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ലേഹ്യമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കിയാണെന്ന് എന്തെങ്കിലും കുറുക്കുണ്ടാക്കിയാണെന്നുണ്ടെങ്കിലും ചെവയും കയ്പ്പൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കരിപ്പെട്ടി അതിനകത്ത് നന്നായി ചേർത്ത് കഴിഞ്ഞാൽ ആ ചെവയൊക്കെ മാറിയിട്ട് നിങ്ങൾക്കത് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ കരിപ്പെട്ടിയുടെ ഗുണവും കിട്ടും. കരിപ്പെട്ടി നിങ്ങൾക്ക് ചേർക്കാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ കരിപ്പെട്ടി ചേർക്കണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് ഗുണങ്ങൾ ഫുള്ളായിട്ട് അറിയാം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കണ്ട എന്ന് ഉദ്ദേശിച്ചു കേട്ടോ. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ തീരുന്നത് വരേക്കും കാണുക കേട്ടോ. ഞാനൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ട് നടന്ന് മുട്ടായി പോലെ തിന്നുന്ന ഒരു സാധനമാണ് ഈ കരിപ്പെട്ടി. ശർക്കരയായാലും അങ്ങനെ കഴിക്കാറുണ്ട്. പണ്ട് തൊട്ടേ ആയുർവേദ മരുന്നുകളിലും ലേഹ്യങ്ങളിലുമൊക്കെ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. നല്ല കറുത്ത നിറമാണ് ഈ കരിപ്പെട്ടിക്കുള്ളത്. ചോക്ലേറ്റിൻ്റെ മണവും കറുപ്പ് കളറും ആയിട്ടുള്ള ഈ കരിപ്പെട്ടി ഒച്ചയടപ്പിന് വളരെ നല്ലൊരു ഔഷധമാണ്. ഊണിന് ശേഷം ഒരു പീസ് കരിപ്പെട്ടി കഷ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദഹനം എളുപ്പമാക്കും. പിന്നെ ഇതിൽ ധാരാളം വൈറ്റമിൻസ്, മിനറൽസ്, ന്യൂട്രിയൻസ് എല്ലാം ഉള്ളത് കൊണ്ട് നല്ലൊരു എനർജി ബൂസ്റ്റും കൂടിയാണ്. കാരണം നമുക്കിപ്പോൾ പഞ്ചസാര ഇട്ട കാപ്പി കുടിക്കുന്നതിനേക്കാൾ കരിപ്പെട്ടി ഇട്ട കാപ്പി കുടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലാവും. ഇത് നമ്മളെ ചർമ്മത്തിൽ മുഖക്കുരുപ്പൊക്കെ ഉണ്ടെങ്കിൽ മുഖത്ത് അത് കുറയ്ക്കുന്നു ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട്. പിന്നെ ഇത് നമുക്ക് പായസം വെക്കുന്ന സമയത്ത് ശർക്കര ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിപ്പൂട്ട് തന്നെ ഉപയോഗിക്കുക. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ കരിപ്പെട്ടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പലഹാരം ഉണ്ടാക്കി കഴിക്കാം. ഇനി ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എള്ള് വാങ്ങിച്ച് വെച്ചിട്ട് ഈ കരിപ്പെട്ടി എള്ളും കൂടി കരിപ്പെട്ടി പൊടിച്ചിട്ടിട്ട് ഇച്ചിരി എള്ളും കൂടെ ആയിട്ട് ദിവസവും 1 സ്പൂൺ വീതം കോരി തിന്ന് നോക്കാം. വെറുതെ ഒരു പലഹാരം തിന്നുന്ന അതേ ഇതോടുകൂടി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ കരിപ്പെട്ടി ഒരു ചെറിയ കഷ്ണം വീതി എല്ലാ ദിവസവും വെറുതെ വായിലിട്ട് ഇങ്ങനെ ഉറുകിക്കൊണ്ട് നടന്നെടുത്താലും മതി. അതിനകത്തുള്ള ഗുണങ്ങൾ നമ്മളെ ശരീരത്തിൽ കിട്ടും. ഇരുമ്പിൻ്റെ അംശം ധാരാളം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് വിളർച്ച നല്ല രീതിയിൽ പരിഹരിക്കും. നമ്മളെ എല്ലിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. ഇത് എള്ളും കൂടെ ചേരുമ്പോൾ ഉള്ള ഗുണം ഭയങ്കര ഒരു ഗുണമാണ്. അത് ഞാൻ എള്ളിൻ്റെ വീഡിയോയിൽ പറയാം. അത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൈല്യൂട്ട് ചെയ്ത് വെള്ളമൊക്കെ ചേർത്ത് അലിയിച്ച് വെച്ചിട്ട് അതിനകത്ത് എള്ള് ചേർത്ത് വെച്ച് കഴിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കഷ്ണമാക്കിയിട്ടിട്ട് ചെറിയ പൊടിയാക്കിയിട്ടിട്ട് അങ്ങനെ എള്ള് ചേർത്ത് കഴിക്കാൻ പറ്റും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ എള്ള് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കഴിച്ചാലും നല്ല ഗുണം കിട്ടുന്നതാണ്. അപ്പോൾ ഇനി കരിപ്പെട്ടി നിങ്ങൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. പിന്നെ കാപ്പിയൊക്കെ നിങ്ങൾ കുടിച്ച് നോക്കുക, കരിപ്പെട്ടി ഇട്ട് കുടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പ്രത്യേകം ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ.